ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ബൈബിളിൽ മൊത്തം 66 പുസ്തകങ്ങളാണുള്ളത്. അതിൽ പുതിയ നിയമം 27 പുസ്തകങ്ങളും പഴയ നിയമം 39 പുസ്തകങ്ങളുമാണുള്ളത്. അതിൽ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ഇത് ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ്. ഈ പുസ്തകം തുടങ്ങുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയും മനുഷ്യൻ്റെ ആരംഭവും ദൈവത്തിൻ്റെ ആദ്യ ഇടപെടലുകളെയും കുറിച്ചാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. ഇതിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം ആകാശവും ഭൂമിയും മനുഷ്യനെയും ഭൂമിയിലുള്ള സകല ജീവികളെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നുവെന്ന് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ 3-ാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ദൈവം തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും അങ്ങനെ അവർ ദൈവകൽപ്പന ലംഘിക്കുകയും മനുഷ്യൻ പാപികളായി തീരുകയും ചെയ്തു. അങ്ങനെ പാപവും മരണവും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ദൈവം ആദാമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുവാൻ ഇടയായി തീർന്നു. അടുത്തതായിട്ട് നമുക്ക് 6 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ അതിൽ ജലപ്രളയത്തെക്കുറിച്ചും നീതിമാനായ നോഹയെ ദൈവം വിളിച്ച് വേർതിരിച്ചതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നോഹ ഒരു പെട്ടകമുണ്ടാക്കി. അതിൽ നോഹയും നോഹയുടെ കുടുംബവും പിന്നെ ഓരോ മൃഗങ്ങളിൽ നിന്നും 2 മൃഗങ്ങളെ ആയിട്ട് പെട്ടകത്തിൽ കയറ്റുവാൻ ദൈവം കൽപ്പിച്ചു. അങ്ങനെ നോഹയും നോഹയുടെ കുടുംബവും ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് അബ്രഹാമിൻ്റെ വിളിയും വാഗ്ദാനവും നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട് എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയാതെ ദൈവത്തിൻ്റെ ആ ഒരു വിളിയിൽ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം ജാതികളുടെ പിതാവ് എന്ന വിളിക്ക് അർഹനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തതായി അതുപോലെ 25 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും യോസേപ്പിൻ്റെയും ജീവിത കഥയെക്കുറിച്ചുള്ളതാണ്. അതിനകത്ത് യാക്കോബിനെയും യാക്കോബിൻ്റെ 12 പുത്രന്മാരെയും ഗോത്രപിതാക്കന്മാരെ കുറിച്ചെല്ലാം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ യോസേപ്പിൻ്റെ മിസ്രൈമിലേക്കുള്ള യാത്രയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പുമെല്ലാം നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.